ഹലോ ഞണ്ടേ അതായത് നോക്കിയേ നല്ല ബിഗ് ക്രാബ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? കുറച്ച് പേർക്കൊക്കെ അറിയാം, അറിയാത്തവരും ആയോ. നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. സിമ്പിളാണ്. നന്നായി ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇറുക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങ് കയ്യിൽ പോരും. ഇതേപോലെ തന്നെ അതിൻ്റെ ചെറിയ കാലുകളും എല്ലാം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല സുഖമായിട്ട് പോരും കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കോൺ പോലെ നിൽക്കുന്നുണ്ട്. അത് പിടിച്ച് വലിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അടർത്തിയാൽ മതി. ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അത് രണ്ടായിട്ട് പോരും. പിന്നെ ഈ ബ്ലാക്ക് കളറുള്ള സംഭവം നമുക്ക് ആവശ്യമില്ല. അത് പല കളറിലും ഉണ്ടാവും കേട്ടോ. വൈറ്റ് കളറിലും ഉണ്ടാവും. അതതിൻ്റെ ചെകിള പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അത് മൊത്തം കളയുക. അവിടെയുള്ള ചെറിയ ചെറിയ ഞാര് പോലെ കുറച്ച് സംഭവങ്ങളുണ്ടാവും. അതിൻ്റെ കണ്ണും ഭാഗമൊക്കെ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു മഞ്ഞ കളറിലുണ്ടാവും. അത് ഈ ക്രാബിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയുള്ളതാണെങ്കിൽ അത് അതിൻ്റെ നെയ്യാണെന്ന് പറയണത്. അത് കളയണ്ടെന്ന് പറയാം. ബ്ലാക്ക് കളറുള്ളതൊക്കെ കളയുക. പിന്നെ വലിയ ക്രാബ് ആയതുകൊണ്ട് മാത്രം നമ്മൾ രണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഇറുക്കുകാലും ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് രണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കണ്ടേ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു തട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്തിട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വേഗം തന്നെ കറി വെച്ചെടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കണ്ട കേട്ടോ.